കഴിഞ്ഞ 9.5 വർഷമായി ഇടതു സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വേണ്ടവിധം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF പിന്നോക്കം പോകാൻ ഇടവരുത്തിയെന്ന RJD ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട്. ഭരണകക്ഷിയിലെ പല നേതാക്കന്മാരും ജനങ്ങളിൽ നിന്നാകുന്നു. ജില്ലയിലെ ഭൂവിഷയങ്ങളിലുള്ള പരിഹാരം ജനങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായെന്നും കോയ അമ്പാട്ട് അടിമാലിയിൽ പറഞ്ഞു. ഒരിക്കലും കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പരാജയമാണ് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അത് പ്രധാനമായി ഞാൻ കാണുന്നത്, ഒന്ന്, കഴിഞ്ഞ 9.5 വർഷക്കാലമായി സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ് നടപ്പിലാക്കിയുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തുതയാണ്. അതുപോലെ തന്നെ ന്യൂനതകളെ പെരുപ്പിച്ച് കാണിച്ച് പർവ്വതീകരിച്ചുകൊണ്ട് എതിർചേരി വലിയ പ്രചാരണം നടത്തുകയും ചെയ്തു. പക്ഷെ ഇതൊന്നും യഥാവിധം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നേതാക്കന്മാർ, ഭരണകക്ഷി നേതാക്കന്മാർ ജനങ്ങളുമായി അകന്നുപോയി. അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം ആയി എന്ന ഭാവത്തിൽ ഈ ആളുകളെ അകറ്റി നിർത്തിയതാണ് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ വിവിധ മേഖലകളിൽ വിവിധ വിഷയങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഭൂപ്രശ്നം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതെല്ലാം തരത്തിൽ ന്യായീകരണം പറയാൻ കഴിയുമെങ്കിൽ പോലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ആ ഭൂവിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇവിടെ തന്നെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട വിഷയം, അതിലും വേണ്ടത്ര ജനങ്ങൾക്ക് സ്വീകാര്യമായ തരത്തിലേക്ക് ഈ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ പ്രാദേശികമായുള്ള വിഷയങ്ങൾ, അത് ഓരോ മേഖലയിലും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളത്.